ഞങ്ങൾക്ക് പോഷൊന്നും കണ്ടൊന്നുമില്ല. അതറിയില്ല, ഇതുവരെ മനസ്സിലില്ലേ? ആ DYFIക്കാർ ചോദിക്കുന്നത്, അതോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല. CPM ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. 27 ആളുടെ നമ്മുടെ സഹാക്കളെ ലിസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തതാണ്. ആ 27 സഹാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. അല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോഷക സംഘടനയില്ല. നമസ്കാരം. CPM ബോംബ് നിർമ്മിക്കുന്ന ഫാക്ടറിയല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ബോംബ് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. CPM സമാധാനപരമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന തന്നെയാണ്, തൊഴിലാളി വർഗ സംഘടനയാണ്. CPM അധർമ്മത്തിന്റെ പാതയിലൂടെ പോയിട്ടില്ല, അക്രമത്തിന്റെ പാതയിലൂടെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ CPMന് ബോംബുണ്ടാക്കൽ പോലുള്ള കലാപരിപാടികളുടെ ആവശ്യകത ഏതുമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. മാധ്യമങ്ങൾ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ MV ഗോവിന്ദനോട് ചോദിച്ച അവസരത്തിലാണ് ഗോവിന്ദൻ ഇത്തരത്തിൽ വെട്ടിത്തുറന്ന് അഭിപ്രായ പ്രകടനം നടത്തിയത്. പാനൂരിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് DYFI സംഘടനയെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത്. നിരവധി DYFI നേതാക്കൾ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി അറസ്റ്റിലായിട്ടുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ MV ഗോവിന്ദനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ അത്തരം കാര്യങ്ങൾ DYFI എന്ന സംഘടനയോട് പോയി ചോദിക്കൂ, അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല എന്നാണ് MV ഗോവിന്ദൻ ക്രുദ്ധനായിക്കൊണ്ട് തന്നെ സംസാരിച്ചത്. എന്നാൽ മാധ്യമപ്രവർത്തകർ MV ഗോവിന്ദന്റെ ഈ മറുപടിയിൽ തൃപ്തരാകാതെ, അല്ലെങ്കിൽ MV ഗോവിന്ദനെ വിടാനുള്ള ഉദ്ദേശമില്ലാതെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. CPM എന്ന പാർട്ടിയുടെ പോഷക സംഘടന തന്നെയല്ലേ DYFI എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അഥവാ CPM എന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമല്ലേ DYFI എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ MV ഗോവിന്ദൻ വളരെ ലാഘവത്തോടുകൂടി പരിഹാസത്തോടുകൂടി തന്നെയാണ് തിരിച്ച് മറുപടി പറഞ്ഞത്. നിങ്ങളോട് ആര് പറഞ്ഞു CPMന് പോഷക സംഘടനകൾ ഉണ്ട് എന്നത്? CPMന് യാതൊരു തരത്തിലുള്ള പോഷക സംഘടനകളുമില്ല. അതൊക്കെ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കാണ്. യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSU എന്നൊക്കെ പറഞ്ഞുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യൂത്ത് സംഘടനകളുമെല്ലാം പോഷക സംഘടനകളുമെല്ലാം കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്കാണുള്ളത്. CPM എന്ന പാർട്ടിക്ക് ഒരു തരത്തിലും പോഷക സംഘടനകൾ ഇല്ല എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. MV ഗോവിന്ദൻ എന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇങ്ങനെ പറയുമ്പോൾ, CITU എന്ന സംഘടനയും DYFI എന്ന സംഘടനയും SFI എന്ന സംഘടനയുമെല്ലാം പിന്നെ CPMന്റെ പോഷക സംഘടനയല്ലാതെ മറ്റ് ഏത് പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനകളാണ് എന്ന് വ്യക്തമാക്കുവാനുള്ള കൂടി MV ഗോവിന്ദൻ കാണിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. DYFI എന്ന് പറയുന്ന സംഘടന CPMന്റെ പോഷക സംഘടനയല്ല എന്ന് MV ഗോവിന്ദൻ തീർത്തു പറയുന്നു. നിങ്ങൾ DYFI ബോംബ് സ്ഫോടനത്തിൽ പങ്കാളികളാണെങ്കിൽ DYFIയുടെ നേതാക്കളോട് പോയി ചോദിക്കൂ, അത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കേണ്ട എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ MV ഗോവിന്ദന്റെ ശരീരഭാഷ തന്നെ അസ്വാരസ്യങ്ങൾ നിറഞ്ഞതായിരുന്നു, അസ്വസ്ഥതയുടേതായിരുന്നു. കാരണം ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തിന് രുചിക്കുന്നില്ല, അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ന് വെളിവാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷയും സംസാര ഭാഷയും. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ഒരു CPM പ്രവർത്തകൻ സ്ഫോടനത്തിൽ മരിക്കുകയും മറ്റൊരാളുടെ കൈപ്പത്തികൾ ഛേദിച്ച് തെറിച്ചു പോവുകയും മറ്റൊരാൾ അതീവ ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുമെല്ലാം ചെയ്യുന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 12ഓളം CPM പ്രവർത്തകരെയോ CPM അനുഭാവികളെയോ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അവിടെ ഓടിക്കൂടിയ, ഈ ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് അവിടെ ഓടിക്കൂടിയ സന്നദ്ധ പ്രവർത്തകരെയാണ് എന്നാണ് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് വ്യക്തമാക്കിയത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന് ലേശം ഉളിപ്പില്ലാതെയാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ പ്രസ്താവനകൾ നടത്തുന്നത്. CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ CPMന്റെ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന, പോലീസ് മന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നയിടത്ത് സന്നദ്ധ പ്രവർത്തനവുമായി ഓടിച്ചെന്ന CPM പ്രവർത്തകരെ CPMന്റെ മുഖ്യമന്ത്രി, CPMന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങാനുള്ള ഒരു മണ്ടത്തരമൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കില്ല എന്നുള്ളത് MV ഗോവിന്ദൻ മനസ്സിലാക്കണം. തെല്ലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ നടത്തില്ലായിരുന്നു എന്നാണ് MV ഗോവിന്ദന്റെ പ്രസ്താവനകൾ കേട്ട് കേരളത്തിലെ ജാതി മത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാ ആളുകളും വെളിപ്പെടുത്തിയത്.
പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ CPM-കാരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതും സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ CPM-കാരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതിന് MP ഗോവിന്ദൻ ഉത്തരം നൽകേണ്ടതായി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും പാനൂരിലെ ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ സ്ഫോടനവും ആ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും എല്ലാം ചെയ്ത ഈ സംഭവം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, പാനൂരിൽ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായ സ്ഥലം ഇപ്പോൾ വടകരയിൽ ശൈലജ ടീച്ചറുടെ മണ്ഡലം തന്നെയാണ്, അതായത് വടകര ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിൽ പിണറായി വിജയനോടും പിണറായി വിജയന്റെ അണികളോടും തീർത്താൽ തീരാത്ത കലിയാണ് ശൈലജ ടീച്ചറിന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശൈലജ ടീച്ചറിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ശൈലജ ടീച്ചറും പിണറായി വിജയനും CPM-ലെ സമുന്നതരായ നേതാക്കളും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്ന് തന്നെയാണ് പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഏത് തരത്തിൽ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നുള്ള ആശങ്ക തന്നെയാണ് CPM-നും ശൈലജ ടീച്ചറിനും ഉള്ളത്. ചില ആളുകൾ പറയുന്നുണ്ട് ശൈലജ ടീച്ചറിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബോംബ് നിർമ്മാണവും സ്ഫോടനവുമാണ് എന്നാണ് മറ്റു ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് വിധേനയും ശൈലജ ടീച്ചറുടെ വിജയത്തെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം അവിടെ അരങ്ങേറിയത്. ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുത്ത ചില കേന്ദ്രങ്ങളുടെ ഒത്താശയുണ്ടായിരുന്നു, പിണറായി വിജയന്റെ മൗനസമ്മതം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ശൈലജ ടീച്ചർ ചൊടിപ്പിച്ചിരിക്കുന്നതും ശൈലജ ടീച്ചർ ഈ വിഷയത്തിൽ പിണറായി വിജയനുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതെന്ത് തന്നെയായാലും ബോംബ് സ്ഫോടനമോ ബോംബ് നിർമ്മാണവുമായി CPM-ന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ലെന്നും CPM അത്തരം ഒരു സംഘടനയല്ലെന്നും CPM-ന് അതിന്റെ ആവശ്യമില്ലെന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ MP ഗോവിന്ദന്റെ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾക്ക് പോഷൊന്നും കണ്ടുന്നില്ല, അതറിയില്ല, ഇതുവരെ മനസ്സിലില്ലേ? ആ DYFIക്കാർ ചോദിക്കുന്നത് അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, ഞങ്ങൾക്കാര് യാതൊന്നും പറയാനില്ല. CPM-ന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. 27 ആളുടെ നമ്മുടെ സഹാക്കളെ ലിസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തതാണ്. ആ 27 സഖാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. മതി, അത്രയും കൊണ്ട് അത് മതിയാക്കാം. അത്രയും കൊണ്ട് നമുക്ക് ഇത് മതിയാക്കാം, ആ ഭാഗം മതിയാക്കാം. അത് മതി. അത്രയും കൊണ്ട് അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ ഒരു വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു, പിന്നെ വെറുതെ പറഞ്ഞു. നിങ്ങൾ മനോജിനോട് അതുപോലുള്ള SFI DYFIക്കാരോട് പോയി ചോദിക്കും കേട്ടോ. പാർട്ടിക്ക് ആരും ബന്ധമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി. അത് DYFI വന്നുകൊണ്ട് DYFIക്കാരോട് ചോദിക്കും, അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവർ പറയുന്നുണ്ട്, സനോജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. അല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോഷക സംഘടനയില്ല. യുവജന സംഘടന എന്ന് പറയുന്നത് യുവജന സംഘടനയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല. അതിൽ കോൺഗ്രസിനൊക്കെ ഉള്ളൂ, യൂത്ത് കോൺഗ്രസ്സൊക്കെ അവരെ പോഷക സംഘടന.